പ്രിയ കുട്ടികളെ, നമ്മൾ കഴിഞ്ഞ ദിവസം ഇംഗ്ലീഷിന്റെ പാഠപുസ്തകത്തിൽ കണ്ടത് കാറിനെ കുറിച്ച്, ബസ്സിനെ കുറിച്ചൊക്കെയാണ്. കാറ്, ബസ്. ഇതില് നമ്മുടെ ബസ് പറയുന്നുണ്ട് ഐ ഹാവ് എ ഹോൺ, ഹോങ് ഹോങ് ഹോൺ. അതിനുശേഷം ഇവിടെ താഴെ ഭാഗത്ത് ദ ബസ് ഹാസ് എ ഹോൺ എന്ന് നമ്മൾ പഠിച്ചു. അതിനുശേഷം നമ്മൾ പോയത് കാറിനെ കുറിച്ചായിരുന്നു. കാറിനെ കുറിച്ച് പറഞ്ഞെടുത്ത് നമ്മൾ കണ്ട എന്താണ്? ഐ ഹാവ് ലൈറ്റ്സ്, വൈറ്റ് ലൈറ്റ്സ്. ഇവിടെ 5 km എന്നൊക്കെ എഴുതിയിട്ടുണ്ട് അല്ലേ? 5 km ഏതോ സ്ഥലത്തേക്കുള്ള ഡിസ്റ്റൻസ് ആണ്, എവിടേക്കും അറിയില്ല. പിന്നെ അതിന് ശേഷം ഇവിടെ പറയുന്നുണ്ട് ദ കാർ ഹാസ് 2 ലൈറ്റ്സ്, ദേ ആർ വൈറ്റ് എന്ന് പറയുന്നു. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് കാറിന് ലൈറ്റ് കൂടാതെ മറ്റെന്തൊക്കെയുണ്ട്. കാറ് ലൈറ്റ് ഉണ്ട്, പിന്നെ മറ്റെന്തൊക്കെയുണ്ട് നമുക്കൊന്ന് നോക്കാം. നമ്മൾ കാറ് കണ്ടു, കാറിന് ലൈറ്റ് കൂടാതെ മറ്റെന്തൊക്കെ ഉണ്ടെന്നാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ വീൽസ് ഉണ്ട്, ലൈറ്റ്സ് ഉണ്ട്, സ്റ്റിയറിംഗ് ഉണ്ട്, ഡോർസ് ഉണ്ട്, 1 2, പിന്നെ ഇവിടെ ഉണ്ടാവും അതേപോലെ 3 4 അപ്പുറത്തുണ്ടാവും അല്ലെ. സീറ്റ്സ് ഉണ്ട്, സീറ്റ്സ്. പിന്നെ മിറേഴ്സ് ഉണ്ട്, ബാക്കിലേക്ക് കാണാൻ MIRRORS, മിറേഴ്സ് അതുണ്ട്. അതേപോലെ കാർ ഇസ് റെഡ് ആൻഡ് ബസ് ഇസ് ബ്ലൂ അല്ലെ. അങ്ങനെയൊക്കെയാണ് നമ്മൾ കാറിനെ കാണുന്നത്. നമുക്കൊന്ന് നോക്കാം. നോക്കൂ, ഇതാ സീറ്റ്. സീറ്റ് എന്ന് എങ്ങനെ എഴുതിയുള്ളത്? SEATS, സീറ്റ്സ്. സീറ്റ്സ് എന്ന് പറയുമ്പോൾ ഒന്നിലേറെ സീറ്റ്സ് ഉണ്ടാവുക. ഒരു സീറ്റ് മാത്രമാണെങ്കിൽ സീറ്റ് എന്ന് മതി, മാത്രം മതി അല്ലേ. അതിന്റെ സൂപ്പർ സീറ്റ് ആവും. ആ, നല്ല സുഖമാവും അതിലിരിക്കാനൊക്കെ. കാറ് കയറിയ ആൾക്കാർക്ക് അറിയാം. നല്ല ചില കുട്ടികൾക്ക് ആൾക്കാർ കയറി നല്ല ഉറക്കമൊക്കെ വരും, നല്ല സുഖമായിട്ട് AC ഒക്കെ ഇട്ട് ഇങ്ങനെ പോകുമ്പോ. സീറ്റ്സ്, SEATS, സീറ്റ്സ്. പിന്നെ ഡോർ ഉണ്ട്. ഡോറ് കുറെ ഡോർ ആകുമ്പോ ഡോർസ് എന്നാ പറയാം. DOORS, DOORS. ഡബിൾ O എന്നും പറയാം, ഡബിൾ O പറയാം. അങ്ങനെ രണ്ടിനെയും കൂടി ചേർത്തിട്ട് ഡബിൾ O പറയാം കേട്ടോ. രണ്ട് O ഒരുമിച്ച് വരുമ്പോ ഡബിൾ O പറയാം, കുഴപ്പമൊന്നുമില്ല. DOORS, ഡോർസ്. പിന്നെന്താ ഉള്ളത്? ഇതാ വരുന്നത് സ്റ്റിയറിംഗ്. സ്റ്റിയറിംഗിന്റെ സ്പെല്ലിങ് ഒരു രസമുള്ള സ്പെല്ലിംഗ് ആണ്. STEERING, സ്റ്റിയറിംഗ്. വായിക്കുമ്പോ സ്റ്റിയറിംഗ് എന്നാ വായിക്കുക, നമ്മൾ എഴുതുമ്പോ സ്റ്റീറിംഗ് എന്നൊക്കെയാണ് എഴുതുന്നത്. അങ്ങനെയാണ്. സ്മാൾ ലെറ്റർ മതിട്ടോ, അവിടെ ക്യാപിറ്റൽ ആയിട്ടുണ്ട്, അത് നമുക്ക് സ്മാൾ ആക്കാം. സ്മാൾ സ്റ്റിയറിംഗ്, STEE. എന്നുള്ളത് നമ്മൾ നേരത്തെ വായിച്ച പോലെ ഡബിൾ ഇ വായിക്കാം. സ്റ്റിയറിംഗ്. ഓക്കെ, സ്റ്റിയറിംഗ്. STEERING, സ്റ്റിയറിംഗ്. നെക്സ്റ്റ് നമ്മൾ പഠിച്ചു വീൽ അല്ലെ. വീൽ എന്ന് പറഞ്ഞാല് ഉരുണ്ട് പോവല്ല റോട്ട് കൂടെ അല്ലെ. എന്താണ് അതിന് പറയാ? ചക്രം. വീൽ, ഒരു വീലല്ല, കുറെ വീൽ ഉണ്ട്. അപ്പൊ എസ് വേണ്ടേ? എസ് വേണം. WHEELS, വീൽസ്. ഇവിടെ ഡബിൾ ഇ വായിക്കാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ. WHEELS, വീൽസ്. അങ്ങനെ. പിന്നെ അത് കഴിഞ്ഞാൽ എന്താണുള്ളത്? കാറിന് ഹോൺ ഉണ്ട്. ഹോൺ, HORN. ഹോൺസ് പറയില്ല, കാരണം ഒരു ഹോണല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഹോൺസ് പറയേണ്ട കാര്യമില്ല, ഹോൺ മതി. അതേപോലെ സ്റ്റിയറിംഗും 1 അല്ലേ ഉള്ളൂ, അത് സ്റ്റിയറിംഗ് മതി, ഒന്നേ ഉണ്ടാവൂ. ഹോണും അതേപോലെ ഒന്നേ ഉണ്ടാവൂ.
HORN, ഹോൺ. HOR, ഇത് R എന്നാണ്. RN, N, HORN, ഹോൺ. നെക്സ്റ്റ് കുറച്ച് നമുക്ക് പരിചയമുള്ളതാണ്, പക്ഷേ എന്താണ് അത് വായിക്കണമെങ്കിൽ നമ്മൾ നല്ലോണം മനസ്സിലാക്കണം. ലൈറ്റ്, ലൈറ്റ്സ്. കുറെ ലൈറ്റ് ഉണ്ടാകുമ്പോൾ ലൈറ്റ്സ് എന്നാ പറയാ. ഒന്നിലേറെ ഉണ്ടെങ്കിൽ അപ്പൊ ലൈറ്റ്സ് എന്നാ പറയാം. ഇവിടെ സ്പെല്ലിംഗ് എന്താണ് ലൈറ്റിന്റെ? LIGHTS. LIGH. H എന്നാണ് ഇത് വായിക്കുക. എച്ചിന് എന്നെ എഴുതിയൊന്ന് അവനൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. എച്ചും എന്നെ എഴുതിയൊന്ന് ശ്രദ്ധിക്കുക. എച്ചും എന്നെ എഴുതിയൊന്ന് ശ്രദ്ധിക്കുക. ഹോണിന്റെ അവിടെ എൻ ഉണ്ട്. എച്ച് ഇവിടെ എന്താണ് മുകളിലേക്ക് നീണ്ടു പോകണം. അതിന്റെ കാല് കണ്ടില്ലേ? അതിന്റെ ലെഗ് മേലോട്ട് പോകണം. അത് ശ്രദ്ധിക്കണം. ടി എഴുതുമ്പോൾ ശ്രദ്ധിക്കണം. പല ആൾക്കാരും എഴുതുമ്പോ തെറ്റിക്കുന്നു. അപ്പോ LIGHTS, LIGHTS എളുപ്പമുണ്ട് പറയാം. LIGHTS, LIGHTS എളുപ്പമുണ്ട് പറയാം. അപ്പൊ അതാണ് അതിന്റെ സ്പെല്ലിങ് പറയുന്നത്. ഇനി നോക്കൂ നിങ്ങൾ, ഇവിടെ കാറും ബസ്സും ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുന്നുണ്ട്. എന്നിട്ട് അവർ രണ്ടാളും തിരക്കൂടാണ്. തിരക്കൂടുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല്, നമുക്കറിയാം ബസ്, കാറ്. ചില ആൾക്കാർക്ക് കാറാവും ഇഷ്ടം, ചില ആൾക്കാർക്ക് ബസ്സാവും ഇഷ്ടം. അപ്പോ ബസ്സിനെ കുറിച്ച് നമ്മൾ ആദ്യം എന്താ പറയാ? ദിസ് ഈസ് എ ബ്ലൂ ബസ്, അല്ലെ? ദിസ് ഈസ് എ ബ്ലൂ ബസ്. വലുതാക്കി തരാം. This is a blue bus. This is a blue, BLUE വേണം. Blue bus. This is a blue bus എന്ന് നമ്മൾ പറയും, അല്ലേ? അപ്പൊ നമ്മളെ കാറിനെ കുറിച്ചാണെങ്കിൽ എന്ത് പറയും? കാറിനെ കുറിച്ചാണെങ്കിൽ എന്ത് പറയും? കാറിനെ കുറിച്ചാണെങ്കിൽ ദിസ് ഈസ് എ റെഡ് കാർ. ദിസ് വലുതാക്കാം, കുറച്ച് വലുതാക്കാം. This is a red car. This is a red car, അല്ലേ? ബസ് ആകുമ്പോ ദിസ് ഈസ് എ ബ്ലൂ ബസ് എന്ന് പറഞ്ഞു. ഇനി നമ്മൾ പറയുമ്പോ എന്ത് പറയണം? ദ ബസ് ഹാസ് സീറ്റ്സ്. ദ ബസ് ഹാസ് സീറ്റ്സ്. SEATS. ദ ബസ് ഹാസ് സീറ്റ്സ്. അപ്പൊ കാറിനെ കുറിച്ച് എന്താ പറയാ? ദ ബസ് ഹാസ് പറയാൻ പറ്റൂ? ഇല്ല. പിന്നെ ദ കാർ ഹാസ് എന്ത്? ഈ സീറ്റ്സ് തന്നെ എഴുതണ്ടോ? ഇത് മാറും. ഇതുണ്ട്, ഇത് അവിടേക്ക് കൊണ്ടുപോകും. കണ്ടില്ലേ? ദ ബസ് ഹാസ് സീറ്റ്സ് എന്ന് പറഞ്ഞ പോലെ ദ കാർ ഹാസ് സീറ്റ്സ്. ഓക്കെ, ഇതൊന്ന് വലുതാക്കി തരാം. അപ്പോ നമ്മൾ രണ്ട് കാര്യങ്ങൾ എഴുതി. ദിസ് ഈസ് എ ബ്ലൂ ബസ്, ദിസ് ഈസ് എ റെഡ് കാർ. ദ ബസ് ഹാസ് സീറ്റ്സ്, ദ കാർ ഹാസ് സീറ്റ്സ്. റെഡി അല്ലേ? നമ്മൾ നേരത്തെ പഠിച്ചു തന്നെയുണ്ടോ? പിന്നെ ബസ്സിന് ഡോർ ഉണ്ട്. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതും? ദ ബസ് ഹാസ് ഡോർ. കുറെ ഡോർ ഉണ്ടാവില്ലേ? ഡ്രൈവർക്ക് കയറാനും ഡോറ്, ആൾക്കാർക്ക് ഇറങ്ങാനും കയറാനും, മുന്നിലെ ഡോറ്, ബാക്കിലെ ഡോറ്, അങ്ങനെ പല സ്ഥലത്തും ഡോർ ഉണ്ട്. അപ്പൊ ഡോർസ് എന്നാ പറയാ.
DOORS, doors. The bus has doors. The bus has doors. അപ്പൊ കാറിന് ഡോർ ഉണ്ടെന്ന് എങ്ങനെ എഴുതും? ആകെ എന്തേ മാറ്റേണ്ടുള്ളൂ? ഈ ബസ് എന്നുള്ളത് മാത്രമേ മാറ്റേണ്ടുള്ളൂ. അതിന് പകരം ആര് വരും? കാർ വരും. ആ, ദ കാർ ഹാസ് ഡോർസ്, അത്രേ ഉള്ളൂ. ഈ ബസ് മാത്രം മാറ്റിയാൽ മതി. ബസ് മാത്രം മാറ്റിയാൽ മതി. നമുക്ക് എഴുതാം. ദ നമ്മൾ ആദ്യം എഴുതുമ്പോ ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിക്കണം കേട്ടോ. അതായത് ആദ്യത്തെ അക്ഷരം. ദ കാർ ഹാസ് ഡോർസ്. റെഡി. ഇനി വീൽസ് ഉണ്ട്. വീൽസ് നമുക്കറിയാം. എന്താ ഇവിടെ നമ്മുടെ ബസ്സിനും 4 വീൽ തന്നെയാണ്, നമ്മുടെ കാറിനും 4 വീൽ തന്നെയാണ്. നമ്മൾ എണ്ണൊന്നും എഴുതണ്ട. അപ്പോ നമ്മൾ തൽക്കാലം എന്ത് ചെയ്താൽ മതി? ദ ബസ് ഹാസ് വീൽസ് എഴുതാം. ദ ബസ് ഹാസ്, ഇനി എന്ത് ചെയ്തും? വീൽസ്. WHEEL. വീലായിട്ടുള്ളൂ. ഒരു വീലാകുമ്പോഴാണ് വീൽസ്. ഓക്കെ, വീൽസ്. ഇനി കാറിനെ കുറിച്ച് എങ്ങനെ എഴുതും? ദ ബസ് എന്നുള്ളതിന് പകരം എന്ത് വരും? കാർ വരും. ദ കാർ ഹാസ്, പിന്നെ വീൽസ്. ദ കാർ ഹാസ് വീൽസ് എന്ന് എഴുതി. ഞാൻ അതിനെ മുകളിൽ കൊണ്ടുപോട്ടെ കേട്ടോ. എന്താ പറയാ, സ്ഥലം ഉണ്ടാവില്ല. ഇനി അടുത്ത വീല് കഴിഞ്ഞു. ഇനി എന്താ നമ്മൾ പഠിച്ചത്? ഹോൺ അല്ലേ? അപ്പൊ ദ ബസ് ഹാസ് ഹോൺ. HOR പിന്നെ N അല്ലെ? ഹോൺസ് വേണ്ട, കാരണം ഒരു ഹോൺ ഉണ്ടാവും. അതേപോലെ കാറിന്റെ വിഷയത്തിലും ദ കാർ ഹാസ് എന്തെഴുതും? ദ കാർ ഹാസ് ഹോൺ. HORN, ഹോൺ അല്ലെ? ദ കാർ ഹാസ് ഹോൺ. ഇനി നെക്സ്റ്റ് എന്താ ഉള്ളത്? ലൈറ്റ് ഉണ്ട്. ലൈറ്റ് അല്ല, ലൈറ്റ്സ് ആണ്. അപ്പൊ എങ്ങനെ എഴുതും? ഇവിടെ ബസ് എഴുതിയില്ല. ആരാ അതിന്റെ അടിയിൽ പറഞ്ഞു? ദ ബസ് BUS. യെസ്, ദ ബസ് ഹാസ് ഹോൺ. പിന്നെ ലൈറ്റ് ഉണ്ട്. ലൈറ്റ് അല്ല, ലൈറ്റ്സ്. കുറെ ലൈറ്റ് ഇല്ലേ? അപ്പൊ എങ്ങനെ എഴുതും? ദ ബസ് ഹാസ് ലൈറ്റ്സ്. LIGHT. ഇനി രസം കൂടെ വേണം. ലൈറ്റ് ആയിട്ടുള്ളൂ, ഇപ്പൊ ലൈറ്റ്സ് വേണം. കുറെ ലൈറ്റ് ഉള്ളതല്ലേ? അങ്ങനെ. പിന്നെ അടുത്ത എന്താണ്? കാറിനെ കുറിച്ചാകുമ്പോ ദ കാർ ഹാസ് HAS. ക്യാപിറ്റൽ ആകുമ്പോൾ HAS. The car has lights. 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 The car has lights. പിന്നെന്താണ്? ബസ്സിനെ കുറിച്ച് നമ്മൾ പറയുമ്പോ ദ ബസ് ഈസ് ബിഗ്. ദ ബസ് ഈസ് ബിഗ്. അപ്പൊ കാറിനെ കുറിച്ചാണെങ്കിലോ ബിഗ് പറയാൻ പറ്റും? ഇല്ല. ദ കാർ പിന്നെ ഈസ്, ഹാസ് അല്ല കേട്ടോ. ഈസ് ഇനി ബിഗ് അല്ല, പിന്നെ സ്മാൾ. അതന്നെ, സ്മാൾ ആവുമ്പോ എങ്ങനെ സ്പെല്ലിങ് വരിക? മുമ്പ് പഠിച്ചതാണ്, ഒന്നാമത്തെ പാഠത്ത് പഠിച്ചതാണ്. SMALL, സ്മാൾ. അപ്പൊ നമ്മള് ഇങ്ങനെയാണ് ഇത് നോട്ട് പുസ്തകത്തിൽ എഴുതേണ്ടത്. നോട്ട് പുസ്തകത്തിലല്ല, ശരിക്കും നമ്മള് വർക്ക് ബുക്കിൽ എഴുതേണ്ട കേസാണിത്. പക്ഷെ നമുക്ക് വർക്ക് ബുക്കിൽ എഴുതാൻ ഇപ്പോ പറ്റില്ലല്ലോ. പക്ഷെ ഈ വർക്ക് ചെയ്യാതെ ടെക്സ്റ്റ് ബുക്ക് അർത്ഥ വർക്ക് ചെയ്യാനും പറ്റില്ല. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? നോട്ട് പുസ്തകത്തില് ഇങ്ങനെ കാറിന്റെയും അതേപോലെ ബസ്സിന്റെയും ചിത്രം വരക്കണം. 2 പേജ് ഒരുമിച്ച് എടുത്താൽ മതി. അതാവും നിങ്ങൾക്ക് സുഖം. മറ്റത് നിങ്ങൾക്ക് കഴിയില്ല, കാരണം അത്രയും വലുപ്പമുള്ളതല്ലേ നോട്ട് പുസ്തകം.
ചിത്രം വരച്ചത് എഴുതുമ്പോൾ ചിലപ്പോൾ തികയില്ല. അപ്പൊ 2 പേജ് ഒരുമിച്ചെടുക്കുക. വലത് സൈഡിലും ഇടത് സൈഡിലും ഓരോന്ന് എടുക്കുക. ഇടത് ഭാഗത്ത് ലെഫ്റ്റ് സൈഡിൽ നമ്മൾ എന്ത് ചെയ്യാം, ബസ്സിനെ വരക്കാം. റൈറ്റ് സൈഡിൽ കാറിനെയും വരച്ചു കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം, അതിന്റെ താഴെ താഴെ ഇങ്ങനെ എഴുതുക. ഞാനിവിടെ ഒരു വര വരക്കുന്നുണ്ട്. നിങ്ങൾക്ക് വരക്കേണ്ടി വരില്ല, കാരണം നോട്ട് പുസ്തകത്തില് നിങ്ങൾ എന്ത് ചെയ്യാണ്, പിന്നെ നിങ്ങൾ നോട്ട് പുസ്തകത്തില് ഒരു പേജിന്റെ തന്നെ 2 ഭാഗത്തല്ലേ വരക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് വേണ്ട, വര വരക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് നേരെ എഴുതിയാൽ മതി. 2 പേജിലാണ് നിങ്ങൾ എഴുത്ത് വരിക. പക്ഷെ എന്റേതാകുമ്പോൾ 2 ഭാഗത്താണ് വരുന്നത്. അപ്പൊ ഞാനൊരു വര വരച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വരക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ 2 ഭാഗത്തായിട്ടാണ് എഴുതേണ്ടത്. അതാണ് ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ. മനസ്സിലായല്ലോ? ഓക്കെ. പിന്നെ നമ്മൾ ഇതെന്ത് ചെയ്യണം, സ്പെല്ലിംഗ് അടക്കം കാണാതെ പഠിക്കണം. അപ്പോൾ പഠിയുന്നത് വരെ എഴുതണം നമ്മൾ. സീഡ്സ് അധികം നമുക്ക് അറിയുന്നതന്നെ, നമ്മൾ പലപ്പോഴും പഠിച്ചതാണ്. പഠിച്ച് വീണ്ടും വീണ്ടും എഴുതേണ്ട ആവശ്യമില്ല. അറിയാത്ത എഴുതിയാൽ മതി. സീഡ്സ്, SEATS. സീഡ്സ്. ഡോർസ്, DOORS. സ്റ്റിയറിംഗ്, STEERING. ഇത് നിങ്ങൾക്ക് ഡിക്റ്റേഷൻ ഉണ്ടാവും കേട്ടോ. നമ്മൾ ശ്രദ്ധിച്ച് എഴുതണം. പരീക്ഷയ്ക്കും ചോദിക്കും. വീൽ, WEELS. ഹോൺ, HORN. ലൈറ്റ്സ്, LIGHTS. ലൈറ്റ്സ് കുറെ ലൈറ്റ് ഉണ്ട്, നമ്മളെ ലൈറ്റ്സ് പറയേണ്ടതുള്ളൂ. ഒറ്റ ലൈറ്റ് ആണെങ്കിൽ നമ്മൾ എന്താണ്ട, എസ് വേണ്ട, ലൈറ്റ് മാത്രം മതി. ലൈറ്റ് പറഞ്ഞാല് ഒരു ലൈറ്റ് മാത്രമാകുക. എസ് ചേർക്കുമ്പോൾ കുറെ ലൈറ്റ് ഉണ്ടാവും. അപ്പൊ അതാണ് പഠിക്കേണ്ടത്. അപ്പൊ ഇത് ഒരു ബസ്സിന്റെ റഫായിട്ട് വരച്ചാൽ മതി. ഇനി ഒട്ടിച്ചാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ബ്ലൂ ആയിരിക്കണം ബസ്, കാർ റെഡ് ആയിരിക്കണം. അത് നിർബന്ധം. കാരണം നമ്മൾ ഇവിടെ ഒന്നാമത്തെ ലൈനിൽ എഴുതിയിട്ടുണ്ട്, ദിസ് ഈസ് എ ബ്ലൂ ബസ്, ദിസ് ഈസ് എ റെഡ് കാർ. ഇത് നിങ്ങളുടെ വർക്ക് ബുക്കിലുള്ള ഒരു വർക്കാണ്. വർക്ക് ബുക്കിൽ എവിടെ ഉണ്ട്, വർക്ക് ബുക്കിൽ കണ്ടില്ലേ? വർക്ക് ബുക്കിലുള്ള ഒരു വർക്കാണ്. ഞാനത് നമ്മൾക്ക് ഇപ്പൊ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഇതാ വർക്ക് ബുക്കിലാണ്, കണ്ടില്ലേ? ഞാൻ അവിടുന്ന് കോപ്പി എടുത്താണ്. അതിന്റെ പേജ് നമ്പർ 17ലാണ് ഈ വർക്ക് ഉള്ളത്. 17. അപ്പോ അതാണ് നമ്മളിവിടെ നോട്ട് പുസ്തകത്തിൽ എഴുതാൻ നമുക്ക്. പിന്നെ സ്കൂൾ തുറന്നതിന് ശേഷമൊക്കെ നമുക്ക് വർക്ക് ബുക്കിൽ എഴുതാം. പുറത്തൊക്കെ ഇടുമ്പോഴൊക്കെ അതിന് എഴുതാൻ സമയം തരുള്ളൂ, അല്ലെങ്കിൽ സമയം കിട്ടൂല നമുക്ക്. ഉച്ചക്ക് പുറത്തൊക്കെ ഇടുമ്പോഴൊക്കെ സമയം തരുള്ളൂ കേട്ടോ. ഓക്കെ. ഇത് സ്കൂൾ തുറന്നിട്ട് നമുക്ക് വർക്ക് ബുക്കിൽ എഴുതാം. പക്ഷെ അതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം, നോട്ട് പുസ്തകത്തിൽ ഇതേപോലെ വരച്ചുണ്ടാക്കി എഴുതാം. വരക്കാം, ഒട്ടിക്കാം. ഓക്കെ. ശ്രദ്ധിക്കേണ്ട കാര്യം, ബ്ലൂ ബസ്സും റെഡ് കാറും മാത്രമേ പറ്റൂ. അപ്പൊ കളർ കൊടുക്കണം. ഇനി നമുക്ക് ഒരു റെഡ് കാറാണ് പിന്നെ കിട്ടേണ്ടത്. പക്ഷെ അത് കിട്ടിയില്ലെങ്കിലോ, അതിന് മേലെ കളർ കൊടുത്തിട്ട് റെഡ് ആക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. സാധ്യത കുറവാണ്. എനിവേ നമുക്ക് ബ്ലൂ ബസ്സും റെഡ് കാറും മാത്രമേ പറ്റുള്ളൂ. അതിനനുസരിച്ചാണ് നമ്മൾ എഴുതുന്നത്. ഓക്കെ. അപ്പൊ ഇംഗ്ലീഷിന്റെ ക്ലാസ് നമുക്കിവിടെ നിർത്താം. 2 വർക്കുകളാണ് ഞാൻ പറഞ്ഞത്, ഓർമ്മ ഉണ്ടാവും. ഒന്ന്, ഈ ഭാഗത്ത് ഇത് സ്പെല്ലിംഗ് അടക്കം പഠിക്കുക. എഴുതി എഴുതി പഠിക്കേണ്ടി വരും, ആവർത്തിച്ച് എഴുതി പഠിക്കണം, കോളം വൈസ് ആയിട്ട്. പിന്നെ മറ്റൊന്ന്, ഇവിടെ ബസ്സിനെയും കാറിനെയും കുറിച്ച് ഡിസ്ക്രിപ്ഷൻ എഴുതണം. നമ്മളെ പരീക്ഷയ്ക്ക് ഇത് പ്രതീക്ഷിക്കണം. ഡിസ്ക്രിപ്ഷൻ നമ്മൾ പ്രതീക്ഷിക്കണം. വർക്ക് ബുക്കിലുള്ള എല്ലാ വർക്കും പരീക്ഷയ്ക്ക് നമ്മൾ പ്രതീക്ഷിക്കുക തന്നെ വേണം. ചിലപ്പോൾ ഓട്ടോറിക്ഷനെ കുറിച്ചാവും ചോദിക്കുക എന്ന് മാത്രം, അല്ലെങ്കിൽ സ്കൂട്ടറിനെ കുറിച്ചോ ബൈക്കിനെ കുറിച്ചൊക്കെ ആവും. പക്ഷെ എന്നാലും നമ്മൾ ഈ ഒരു സ്ട്രക്ചർ മനസ്സിലാക്കിക്കണം. ദ ബസ് ഹാസ് സീറ്റ്സ്, ദ കാർ ഹാസ് സീറ്റ്സ്, ദിസ് ഇസ് എ ബ്ലൂ ബസ്, ദിസ് ഇസ് എ റെഡ് കാർ. ഇങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ എളുപ്പമുണ്ട്. രക്ഷിതാക്കളും ശ്രദ്ധിക്കുക. വേറെ ഏതെങ്കിലുമൊക്കെ ഒരു വാഹനം കാണിച്ചു കൊടുത്തിട്ട് കുട്ടിക്ക് ഇതേപോലെ പറയാൻ കഴിയുന്നുണ്ടോ എന്ന് നോക്കുക. എഴുതണ്ട, പറയാൻ കഴിഞ്ഞാൽ മതി. അപ്പൊ പരീക്ഷയ്ക്ക് വരുമ്പോൾ കുട്ടി ഓട്ടോമാറ്റിക്കായി എഴുതിക്കും. ലോറി, ബസ്, കാർ, ഇങ്ങനെ പല വാഹനങ്ങളും പല വെഹിക്കിൾസും നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട് നോട്ട് പുസ്തകത്തിലൊക്കെ. അപ്പൊ അത് വെച്ചിട്ട് ഒരു 5 സെന്റൻസ് എങ്കിലും, 5 സെന്റൻസ് ആണ് സാധാരണ എ ഗ്രേഡിന് വേണ്ടത്. 5 സെന്റൻസ് എങ്കിലും ഒരു കുട്ടിക്ക് ഒരു വെഹിക്കിളിനെ കുറിച്ച് പറയാൻ കഴിയുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ. നമുക്ക് ഇംഗ്ലീഷിന്റെ ക്ലാസ് ഇവിടെ നിർത്താം.